വേഗം ഫോൺ എടുത്തപ്പോ ഹലോ ലിസി, ഞാനാണ് മോഹൻലാൽ എന്ന് പറഞ്ഞു. ഞാന് അപ്പൊ എന്താ ചെയ്തതെന്നറിയില്ല, ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, എന്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്ക് അത്രയ്ക്ക് ഒരു ഇതായ, കാരണം ലാലേട്ടൻ എന്നെ വിളിക്കുക, എന്നോട് സംസാരിക്കുക, അതിപ്പോ എനിക്ക് ഒരു സന്തോഷം ഇല്ലല്ലോ അങ്ങനെ. അപ്പൊ ലാലേട്ടൻ എന്നോട്, ഞാൻ ലിസിയുടെ കഥകളൊക്കെ കുറച്ചറിഞ്ഞു, എനിക്ക് സങ്കടമുണ്ട്, നമുക്ക് ഫ്ലോറിൽ വെച്ച് കാണാട്ടോ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഫോൺ വെച്ചു. എന്റെ പുസ്തകത്തിന്റെ കവറും പ്രകാശനം ചെയ്തെന്ന് ലാലേട്ടൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു. ലിസിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, 2 കേസുകളിലായി 28 വർഷം. ലിസി ദൈവം അനുഗ്രഹിക്കും, ഞാൻ ഒത്തിരി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, ലിസി എത്രയും പെട്ടെന്ന് ജയിൽ മോചിതയാവുന്നു. ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ദൈവമേ, ഞാൻ മാത്രം മരണം വരെ ഇവിടെ കിടക്കേണ്ട വരില്ലേ? 28 വർഷത്തെ ശിക്ഷ, വടിയും കുത്തിയേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി പ്രായമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും? പൂജപ്പുര വനിത ഓപ്പൺ ജയിലിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ലിസിയാണ് സാർ, എന്നെ ഒന്ന് ഇറക്കിക്കൊണ്ട് പോവോ സാർ, എന്റെ കേസ് ഇതാണ്. അപ്പൊ ഈ സൂപ്രണ്ടുമാർ പറഞ്ഞൊരു വാക്കുണ്ട്, ലിസി ഒരിക്കലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, ലിസി പുറത്തിറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ് ഞങ്ങൾ. അതായത് ആ ഒരു ജയിലില് ഉദ്യോഗസ്ഥർ, അതായത് ജയിലില് സൂപ്രണ്ട് തന്നെ എന്നെ കുറിച്ച്, സൂപ്രണ്ടുമാർ തന്നെ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞത് കൊണ്ടായിരിക്കാം ജഡ്ജിക്കും തോന്നിയിട്ടുണ്ടാവും എന്നെ വെറുതെ വിട്ടാക്കാം. എല്ലാരെയും പോയി കെട്ടിപ്പിടിച്ച്, സൂപ്രണ്ടിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച്, ഞാൻ ഇറുക്കെ കെട്ടിപ്പിടിച്ച്, മേഡം സൂപ്രണ്ട് കയ്യിൽ ഉമ്മ വെച്ചു. എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. എല്ലാരും അത്രയ്ക്ക് ഒരു ഇതായിരുന്നു. എന്നെ കേസിൽപ്പെടുത്തിയ ഷാജഹാനെ കുറിച്ച് ഞാൻ ഒത്തിരി ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. പേപ്പറിൽ കുറച്ച് പ്രാവശ്യം, ഒരു തവണ ലുക്കൌട്ട് നോട്ടീസിൽ ഷാജഹാന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അറിയുന്നവർ ഈ ഫോൺ നമ്പറിൽ, ഷാജഹാനെ കുറിച്ച് അറിയുന്നവർ ഈ ഫോൺ നമ്പറിൽ വിളിക്കണം എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ ആ നമ്പറിലെല്ലാം വിളിച്ചു, ഷാജഹാൻ ഇന്നടുത്തുള്ളതാണ്, ഇന്നയാളാണ് എന്നെല്ലാം പറഞ്ഞ് എത്രയും പെട്ടെന്ന് പിടിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇന്ന് വരെ ഷാജഹാനെ പറ്റി ഒരറിവ്, കാരണം ഷാജഹാൻ പോലീസിന് മൂക്കിന്റെ തുമ്പിലുണ്ട്. ചതിയിൽപ്പെട്ട് ജയിലിൽ അകപ്പെടുമ്പോൾ ലിസിക്ക് പ്രായം വെറും 34. നീണ്ട 12 വർഷങ്ങൾ വനിതാ ജയിലിലെ അഴിക്കുള്ളിൽ ലിസി അനുഭവിച്ചത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളും നൊമ്പരങ്ങളുമായിരുന്നു. ഒടുവിൽ ദൈവദൂതനെ പോലെ അയാൾ വന്നെത്തി ലിസിയെ ജയിൽ മോചിതയാക്കാൻ. മോഹൻലാലിന്റെ ആ അനുഗ്രഹവും ഫലിച്ചു. ലിസി റോസക്കുട്ടിയുടെ ജയിൽ ജീവിതത്തിന്റെ 3-ാം ഭാഗം. അങ്ങനെ ഒരു പ്രതീക്ഷയില്ല, ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ വെറുതെ ഇങ്ങനെ എൻ്റെ ചെറിയൊരു പോക്കറ്റ് ഡയറി ഉണ്ട്, അതിനകത്ത് ആ പോക്കറ്റ് ഡയറി എടുത്ത് തുറന്ന് ആരെയെ വിളിക്കുക, ആരോട് പറയണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫസ്റ്റിൽ തന്നെ മഞ്ജു ആന്റണി സാറിന്റെ ഫോൺ നമ്പർ കാണുന്നത്. സുജാത എനിക്ക് തന്നിരുന്ന നമ്പർ. ഞാൻ ആ നമ്പർ ഒന്ന് വിളിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ജയിലിൽ നിന്ന് അന്നേരം വിളിക്കാനുള്ള അനുമതിയില്ല. പരോൾ ഇറങ്ങണം, പരോൾ ഇറങ്ങിയാലേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. പരോൾ ഇറങ്ങാൻ വീണ്ടും ഉണ്ട് ഒരു 2-3 മാസം. അപ്പൊ എന്ത് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സൂപ്രണ്ടിനോട് ഇപ്പൊ ഒന്ന് ചോദിച്ചു, മാഡം എനിക്ക് ഈ അഡ്വക്കേറ്റിന് ഒരു നമ്പറിലൊന്ന് ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ, ആ നീ വിളിച്ചോ എന്ന് പറഞ്ഞ് സൂപ്രണ്ട് എനിക്ക് അനുവാദം തന്നു, സോഫിയ ബീബി മാഡം. ആ സമയത്താണ് ഞാൻ മഞ്ജു ആന്റണി സാറിനെ വിളിച്ചത്. സാർ എപ്പോഴാ സാർ എന്നെ ഒന്ന് വന്ന് ഇറക്കിക്കൊണ്ട് പോവാണ് സാർ. ആകെ എനിക്ക് അന്നേരം അങ്ങനെ തോന്നിയത് പറയാൻ. സാറാകെ അന്തം വിട്ടുപോയി, ഇതാരാണ്, എവിടെ നടക്കുന്ന കാര്യമാണ്, എന്താണെന്നുള്ളത് സാറിന് ആദ്യം ചിന്തിക്കാൻ പറ്റില്ല. പിന്നീട് നിങ്ങൾ ആരാണ്, വിശദമായിട്ട് പറ, എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ്, സാർ ഞാനിങ്ങനെ പൂജപ്പുര വനിത ഓപ്പൺ ജയിലിൽ നിന്നാണ് വിളിക്കുന്നത്, എൻ്റെ പേര് ലിസിയാണ് സാർ, എന്നെ ഒന്ന് ഇറക്കിക്കൊണ്ട് പോവോ സാർ, എൻ്റെ കേസ് ഇതാണ് ഇങ്ങനെയാണെന്ന്. അപ്പൊ സാറ് പറഞ്ഞ ഒരു കാര്യം ചെയ്യേ, കേസിന്റെ ഫയൽ നമ്പറും ഇതെല്ലാം ആയിട്ട് എന്നെ വന്ന് കാണാൻ പറഞ്ഞു. സാർ ഇനി 3 മാസം കഴിയണം ഞാൻ പരോൾ ഇറങ്ങാൻ, അതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ കിടക്കാൻ വയ്യാഞ്ഞിട്ടാ സാർ, എല്ലാവരും പറയുന്നത് സാറിനോട് പറഞ്ഞ സാർ ഇറക്കിക്കൊണ്ട് പോകൂന്നാ പറഞ്ഞ, ഇനി ഒന്ന് രക്ഷിക്കും സാറെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. ലിസിന്റെ വീട്ടുകാരോട് ഫയൽ നമ്പർ ഇതെല്ലാം അയച്ചു തരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അനിയത്തിമാര് മഞ്ജു ആന്റണി സാറിന്റെ ഫയലെല്ലാം കൊണ്ട് കൊടുത്തു. അയാളെ വായിച്ചു. അങ്ങനെ അയാൾ ആ ഫയല് കോടതിയിൽ സമർപ്പിച്ചു. ഞാൻ പരോൾ ഇറങ്ങിയപ്പോ സാറിനെ പോയി കണ്ടു. എൻ്റെ അടുത്ത് സാമ്പത്തികം അധികം തരാനൊന്നുമില്ല സാർ എന്ന് പറഞ്ഞു. സാറില്ല, ആദ്യം കേസ് നടക്കട്ടെ, ലിസിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം എന്നെ കണ്ടപ്പോ തന്നെ സാറിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഈ തെറ്റ് ചെയ്യുന്ന ഒരാളല്ലാന്ന്. അതായിരിക്കാം സാറിന് എന്നെ രക്ഷപ്പെടുത്തുക. സാറ് പല വേദിയിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാഫസിലെ സാറിനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ സാർ അവിടെ വന്നപ്പോ സാർ ഒരു വാക്ക് സംസാരിച്ചു. അപ്പോഴും പറഞ്ഞു, ലിസി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നു. അതുകൊണ്ടാണ് എനിക്ക് ലിസിയെ രക്ഷിക്കാൻ തോന്നിയത്.
ദൈവം എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ലിസിയോടൊപ്പം ഉണ്ടായിരുന്നു. കാരണമാണ് ഈ 10-28 വർഷത്തെ ശിക്ഷ എന്ന് ലിസിനെ എനിക്ക് ഒഴിവാക്കാൻ സാധിച്ചതെന്ന് സാറ് പറഞ്ഞു. അത് സാറ് അന്ന് എന്നെ എന്റെ കേസ് വാദിക്കുന്ന ദിവസം മുട്ടയിൽ നിന്ന് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് മഞ്ജു ആന്റണി സാറ് പോയത്. കാരണം സാറിനെ ഞാൻ വിശ്വസിച്ചിരിക്കല്ലേ, സാറ് എന്നെ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് വരും എന്നുള്ളത്. പിന്നെ അതോടൊപ്പം സാറ് സമർപ്പിച്ച് അരുൺ ടി വിജയൻ അഴിമുഖത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരുന്നു. അരുൺ ടി വിജയൻ സൂപ്രണ്ടുമാരെ ഇന്റർവ്യൂ ചെയ്തിരുന്നു, ഓപ്പൺ ജയിലിലെ സൂപ്രണ്ടിനെ, കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടിനെ. അപ്പൊ ഈ സൂപ്രണ്ടുമാർ പറഞ്ഞൊരു വാക്കുണ്ട്, ലിസി ഒരിക്കലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, ലിസി പുറത്തിറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ് ഞങ്ങൾ. അതായത് ആ ഒരു ജയിലില് ഉദ്യോഗസ്ഥർ, അതായത് ജയിലിലെ സൂപ്രണ്ട് തന്നെ എന്നെ കുറിച്ച് സൂപ്രണ്ടുമാർ തന്നെ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞത് കൊണ്ടായിരിക്കും ജഡ്ജിക്കും തോന്നിയിട്ടുണ്ടാവും എന്നെ വെറുതെ വിട്ടാക്കാം, കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന്. ആ ജഡ്ജി അവസാനം മഞ്ജു ആന്റണി സാറിനോട് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ജോലിയും കൂടി വാങ്ങിക്കൊടുക്കണോ എന്ന് പറഞ്ഞാണ് എന്റെ കേസ് എന്നെ വെറുതെ വിട്ടിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 23 ഉച്ചയ്ക്ക് 1 മണിക്കാണ് 1 മണി കഴിഞ്ഞു, 1:30 ആയിട്ടുണ്ടാവും, മഞ്ജു ആന്റണി സാറ് വിളിക്കുകയാണ്. അതിനു മുമ്പ് അന്നാണ് എന്റെ കേസ് ഉള്ളത് എനിക്ക് അറിയായിരുന്നു. അപ്പൊ ഞാൻ സൂപ്രണ്ടിനോട്, അന്ന് ജയ എന്ന് പറഞ്ഞൊരു മേഡമായിരുന്നു സൂപ്രണ്ട്, ജയിൽ സൂപ്രണ്ട്, ജയ മേഡത്തോട് പറഞ്ഞു മേഡം മഞ്ജു സാറിനെ ഒന്ന് വിളിക്കുന്നു. എടി വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ജു ആന്റണി സാറിനെ വിളിക്കാന്ന് പറഞ്ഞിരിക്കുമല്ലോ, മഞ്ജു ആന്റണി സാറിന്റെ ഫോൺ വന്നു. അപ്പൊ അവിടെ പായസം വെക്കുന്നുണ്ടായിരുന്നു ജയിലില്. ഇടയ്ക്ക് ഓപ്പൺ ജയിലിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആഘോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്രണ്ടുമാര്, കാരണം ഓപ്പൺ ജയിലല്ലേ, പായസം വെക്കുന്നുണ്ട്, പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്രണ്ട് അടുത്തിരിക്കുന്നുണ്ട്, വേറൊരു തടവുകാരി പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തയ്യൽ യൂണിറ്റിലാ, ഞാൻ ഒറ്റയ്ക്കുള്ളൂ തയ്യൽ യൂണിറ്റില്ല, ഞാനാണ് തയ്ക്കുന്നത് അവിടുത്തെ. അപ്പൊ ഞാൻ മേഡത്തെ കണ്ട്, മേഡം എപ്പോഴും ഇരിക്കുമ്പോഴും ഞാൻ ചെന്ന് മേഡത്തോട് കേസിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ മേഡം മഞ്ജു ആന്റണി സാറിനെ വിളിക്കും വേണം, ആ വിളിക്കാടി എന്ന് പറയുകയല്ല, മഞ്ജു ആന്റണി സാറ് വിളിക്കുന്നു. വിളിച്ചു കഴിഞ്ഞപ്പോ മേഡം അതെ, മേഡത്തിന് മുഖത്ത് ഒരു ചിരിയും വന്നു, പിന്നെ എന്റെ നേരെ ഷെയ്ക്കാൻഡ് വന്നു. അപ്പൊ മേഡം എന്റെ കേസ് വിട്ടോന്ന് ഞാൻ ചോദിച്ചു. പിന്നെ എനിക്ക് അറിയില്ലായിരുന്നു എന്ന്, പിന്നെയാണ് ഞാന് നടക്കുവാണോ, പറന്നു പോകുമായിരുന്നു, ഞാന് പറക്കുമായിരുന്നു. എല്ലാരോടും, ആ ജയിലിലുള്ള എല്ലാ തടവുകാരോടും ചെന്ന് പറഞ്ഞു ഞാൻ എന്റെ കേസ് വിട്ടു കേട്ടോ, ഞാൻ എനിക്ക് ജയിലിൽ പോകാം, തോട്ടത്തിൽ പണിയെടുക്കുന്നവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, എല്ലാ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എല്ലാരെയും പോയി കെട്ടിപ്പിടിച്ച്, സൂപ്രണ്ടിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച്, ഞാൻ ഇറുക്കെ കെട്ടിപ്പിടിച്ച്, മേഡം സൂപ്രണ്ടിന്റെ കയ്യിൽ ഉമ്മ വെച്ചു. എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. എല്ലാരും അത്രയ്ക്ക് ഒരു ഇതായിരുന്നു ആ ജയില്. എന്താ പറയാ, ഒരു അഗാധമായ കൊക്കേന്ന് കരകയറി ഞാൻ കരയ്ക്ക് കയറി വന്നിരിക്കുക. മരണത്തിൽ നിന്ന്, മരണക്കൊക്കയിൽ നിന്ന് ഞാൻ കയറി വന്നിരിക്കുകയാണ് പുറത്ത്. എന്റെ ആ സന്തോഷം, അത് എനിക്ക് എന്താ പറയാൻ അറിയില്ല. എനിക്ക് പിന്നെ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, പായസം കുടിക്കാൻ പറ്റുന്നില്ല, ഒന്നും വേണ്ട, വെള്ളം വരെ കുടിക്കാൻ തോന്നുന്നില്ല. ഞാൻ പുറത്തിറങ്ങി. ഓരോ പ്രതികളും കേസ് വിട്ട് പോകുമ്പോഴും ഓരോരുത്തരും മോചിതരാകുമ്പോഴും ദൈവമേ, ഞാൻ മാത്രം മരണം വരെ ഇവിടെ കിടക്കേണ്ട വരില്ലേ, 28 വർഷത്തെ ശിക്ഷയാ, വടിയും കുത്തിയേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി പ്രായമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്നിരുന്നിടത്താണ് എനിക്ക് പെട്ടെന്നൊരു മോചനം കിട്ടുന്നത്. ഞാൻ എന്റെ എല്ലാ ദൈവങ്ങൾക്കും നന്ദി. എന്റെ ഈശോയുടെ ഫോട്ടോ എടുത്ത് ഞാൻ ഒത്തിരി ഉമ്മ വെച്ചു. ഈശോയെ കെട്ടിപ്പിടിച്ച് മാറത്ത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നന്ദി പറഞ്ഞു ഈശോയോട്. അത് കഴിഞ്ഞ് ഞാൻ മഞ്ജു ആന്റണി സാറിനെ വിളിച്ച് നന്ദി പറഞ്ഞു. സാറ് വരുമോ എന്നെ കൊണ്ടുവന്നു? അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് വരാൻ സാധിക്കില്ല, ലിസി നാളെ പോരെ, ഓർഡർ എത്തി കഴിയുമ്പോ പോരെ, എന്നിട്ട് ഓഫീസിൽ വന്നാൽ മതിയെന്ന്. പക്ഷെ ഞാൻ ചെന്നു. സാർ എന്നോട് പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷമായി ലിസി എന്നെ കാണാമെന്നല്ലോ എന്ന്. എന്നോട് കാശൊന്നും വാങ്ങിയില്ല സാറ്. എന്നോട് പറഞ്ഞു നന്നായി ലിസിക്ക് ഒരു ജോലി, എന്റെ ഓഫീസിൽ ജോലി വേണമെങ്കിൽ തരാം. പക്ഷെ ആദ്യം അമ്മയുടെ കാര്യം നോക്കുക, അതിനുശേഷം എപ്പോ വന്നാലും ലിസിക്ക് ഇവിടെ ജോലി ഉണ്ടെന്ന് എന്നോട് മഞ്ജു ആന്റണി സാറ് പറഞ്ഞിട്ടുണ്ട്. എന്റെ എന്തൊരു നല്ല കാര്യത്തിന് ഞാൻ മഞ്ജു സാറിനെ വിളിക്കും. അങ്ങനെയാണ് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ചാൻസ് കിട്ടി. സാർ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി, നല്ല കാര്യമാണല്ലോ, സാർ വരുമോ സാർ? ഞാൻ വരാം. എത്ര വലിയ കേസ് ഉണ്ടെങ്കിലും സാർ അത് അവധി കൊടുത്തിട്ട് സാർ എനിക്ക് വേണ്ടിയിട്ട് വന്നു. എനിക്ക് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ചാൻസ് കിട്ടിയത് അഴിമുഖത്തിലെ മാധ്യമ പ്രവർത്തകർ അരുൺ ടി വിജയൻ മൂലമാണ്. അരുൺ ടി വിജയൻ അവരെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ്. അങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്ന ഒരാളാണ്, അപ്പൊ അവർക്കും താല്പര്യമായി വിളിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പോയത്. ഇതിനെല്ലാം മുമ്പ് ഞാൻ ലാലേട്ടനെ കാണാൻ വേണ്ടി പോയി. എനിക്കൊരാഗ്രഹമായിരുന്നു
മോഹൻലാലിനെ കൊണ്ട് എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യിപ്പിക്കണമെന്ന്. കാരണം ഞാന് ജയിലിൽ വെച്ച് എഴുതിയ കുറെ കവിതകളും ചെറുകഥകളും എല്ലാം ഉണ്ട്. സുബിൻ മാനന്തവാടി എന്ന മാധ്യമ പ്രവർത്തകൻ കളക്ട് ചെയ്ത് അതൊരു പുസ്തകമാക്കി പൂർണ്ണ പബ്ലിക്കേഷൻ ആയിരുന്നു, എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയ കഥകളെല്ലാം കൊണ്ടുവരുക. പക്ഷെ അതിനു മുമ്പ് ഈ പുസ്തകത്തിന്റെ കവർ നമുക്ക് ലാലേട്ടനെ കാണുക എന്നുള്ളതാണല്ലോ ഒരു ആഗ്രഹം. അപ്പൊ ഈ പുസ്തകത്തിന് നമുക്കൊരു കവറ് പ്രകാശനം ചെയ്യാം ലാലേട്ടനെ കൊണ്ട് എന്ന് പറഞ്ഞ ലാൽ സലാം പ്രോഗ്രാമിലെ എന്നെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എനിക്ക് പരോള് ഇറങ്ങുന്ന സമയത്ത് പ്രസിദ്ധ ഛായാഗ്രഹകനായ അഴകപ്പൻ സാറ് വന്നിരുന്നു. എൻ്റെ ജയിലിൽ നിന്ന് ഞാൻ പോരുന്നതും പരോള് കിട്ടുന്നതും അതെല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതെല്ലാം ഷൂട്ട് ചെയ്ത് ലാലേട്ടനെ കാണിച്ച് എൻ്റെ ആ പുസ്തകത്തിന്റെ കവർ ഒരെണ്ണം ലാലേട്ടൻ പ്രകാശനം ചെയ്തു ലാൽ സലാം പ്രോഗ്രാമില്. പക്ഷെ എനിക്ക് ലാലേട്ടനെ പറ്റി പറയാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. കാരണം ഞാൻ അത്ര ലോകം ആരാധിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു എളിമ, ഏത് മനുഷ്യനും എത്രത്തോളം ഉയരത്തിലെത്തിയാലും എളിമ കൈവിടരുതെന്ന് ഉള്ളതിനൊരു ഉദാഹരണമാണ് ലാലേട്ടൻ. കാരണം ഞാൻ അന്ന് ലാൽ സലാം പ്രോഗ്രാമിന് പോകുന്ന അന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ചെറിയൊരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ ലാലേട്ടൻ കണ്ടിരുന്നു. ലാലേട്ടൻ എവിടെ ഇരുന്നാ കണ്ടേന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ ഇന്റർവ്യൂ സമയത്ത് എനിക്കൊരു ഫോൺ വന്നു. അപ്പോ ആ ഇന്റർവ്യൂ ചെയ്യുന്നവർ പറഞ്ഞു, ലിസിക്കുള്ളതാണ് ഫോൺ, എടുത്തോളാൻ പറഞ്ഞു. ഞാന് ഫോൺ എടുത്തു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു അന്ന് അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് ഞാൻ ലാൽ സലാം പ്രോഗ്രാമിന് പോയത്. അമ്മച്ചിയെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടാ പോകുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആരേലും ആയിരിക്കും എന്ന് വെച്ചിട്ട് വേഗം ഫോൺ എടുത്തു. ഫോൺ എടുത്തപ്പോ ഹലോ ലിസി, ഞാനാണ് മോഹൻലാൽ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്തതെന്നറിയില്ല, ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്ക് അത്രയ്ക്ക് ഒരു ഇതായ. കാരണം ലാലേട്ടൻ എന്നെ വിളിക്കുക, എന്നോട് സംസാരിക്കുക, അതിപ്പോ എനിക്ക് ഒരു സന്തോഷം ഇല്ലല്ലോ. അങ്ങനെ അപ്പൊ ലാലേട്ടൻ എന്നോട്, ഞാൻ ലിസിയുടെ കഥകളൊക്കെ കുറച്ച് അറിഞ്ഞു, എനിക്ക് സങ്കടമുണ്ട്, നമുക്ക് ഫ്ലോറിൽ വെച്ച് കാണാട്ടോ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഫോൺ വെച്ചു. എനിക്ക് ഒത്തിരി അങ്ങനെ എത്ര സന്തോഷം തോന്നിയെന്നറിയോ. അങ്ങനെ ഫ്ലോറിൽ പിറ്റേ ദിവസം ആണ് എന്റെ പ്രോഗ്രാം. പിറ്റേ ദിവസം ഫ്ലോറിൽ വെച്ച് കാണാൻ വേണ്ടി ഞാന് അമൃത TV ആണ് അന്ന് ലാൽ സലാം പ്രോഗ്രാം ചെയ്തിരുന്നത്. അമൃത TVന്റെ ഫ്ലോറിലേക്ക് പോകുന്ന സമയത്ത് ഭക്ഷണം എല്ലാം കഴിച്ച് ഞാനൊരു മൂലയിൽ ഒതുങ്ങിക്കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ട് കുറെ പേര് ഓടുന്നു. ലാലേട്ടൻ ഫ്ലോറിൽ നിന്ന് ഇറങ്ങി വരികയാണ് പുറത്തെ കാർബാനിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. എല്ലാവരും പോകുന്നു. അപ്പൊ ഞാനൊരു സൈഡിൽ നിൽക്കുമായിരുന്നു. ലാലേട്ടൻ ഇങ്ങനെ നോക്കിയപ്പോ എനിക്കറിയില്ല എന്നെ ഇങ്ങനെ മനസ്സിലായിരുന്നു. ലാലേട്ടൻ എന്നെ ഇങ്ങനെ കൈ കാട്ടി വിളിച്ച് ഞാൻ ചെന്ന്, ലാലേട്ടാ ഞാനാണ് ലിസി. ഓ എനിക്കറിയാം എന്ന് പറഞ്ഞ് വന്ന് എന്റെ തോളത്ത് തട്ടി, നമുക്ക് ഫ്ലോറിൽ വെച്ച് കാണാട്ടോ എന്ന് പറഞ്ഞു. ആ ലാലേട്ടൻ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ലാലേട്ടൻ പറഞ്ഞു ഒത്തിരി എഴുതണം, നന്നായി എഴുതിക്ക്, ഒരു തിരക്കഥയൊക്കെ എഴുത് എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ അങ്ങനെ ഒരു കഥ എഴുതാനുള്ള തീരുമാനത്തിലാണ്, കുറച്ച് എഴുതി വെച്ചിട്ടുമുണ്ട്. അങ്ങനെ പക്ഷെ എന്റെ അനുഭവങ്ങളെല്ലാം ഇതായി. എന്റെ പുസ്തകത്തിന്റെ കവറും പ്രകാശനം ചെയ്തെന്ന് ലാലേട്ടൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു. ലിസിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു, 2 കേസുകളിലായി 28 വർഷം. ലിസി ദൈവം അനുഗ്രഹിക്കും, ഞാൻ ഒത്തിരി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ലിസി എത്രയും പെട്ടെന്ന് ജയിൽ മോചിതയാവുന്നു. ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. എനിക്ക് പെട്ടെന്ന് ജയിലിൽ നിന്ന് പോരാൻ പറ്റി. അത്ര നല്ല ലാലേട്ടന്റെ മനസ്സിൽ നിന്ന് വന്നതായിരിക്കാം, ഞാൻ റിലീസ് ആവണം എന്നുള്ള ഒരു ആഗ്രഹവും കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാൻ പെട്ടെന്ന് റിലീസായി പുറത്തു വന്നു. എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ലാലേട്ടനോട്, എന്റെ പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തതിനും അങ്ങനെ അന്ന് എന്നെ ഒന്ന് അനുഗ്രഹിച്ചതിനും. എന്നെ കേസിൽപ്പെടുത്തിയ ഷാജഹാനെ കുറിച്ച് ഞാൻ ഒത്തിരി ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. പേപ്പറിൽ കുറച്ച് പ്രാവശ്യം ഒരു തവണ ലുക്കൌട്ട് നോട്ടീസിൽ ഷാജഹാന് ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അറിയുന്നവർ ഈ ഫോൺ നമ്പറിൽ, ഷാജഹാനെ കുറിച്ച് അറിയുന്നവർ ഈ ഫോൺ നമ്പറിൽ വിളിക്കണം എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ ആ നമ്പറിലെല്ലാം വിളിച്ചു, ഷാജഹാൻ ഇന്നടുത്തുള്ളതാണ്, ഇന്നയാളാണ് എന്നെല്ലാം പറഞ്ഞ് എത്രയും പെട്ടെന്ന് പിടിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇന്ന് വരെ ഷാജഹാനെ പറ്റി ഒരറിവ്. കാരണം ഷാജഹാൻ പോലീസിന് മൂക്കിന്റെ തുമ്പിലുണ്ട്, പക്ഷെ ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നില്ല. പണമുള്ളത് കൊണ്ടായിരിക്കാം. കാരണം ബത്തേരി, കൽപ്പറ്റ അവിടെയെല്ലാം ഷാജഹാൻ വന്നു പോകുന്നുണ്ടെന്ന് പലരും പറഞ്ഞ് ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ എന്റെ മുന്നിൽപ്പെട്ട ഷാജഹാൻ ഒരിക്കലും ഒരു രക്ഷയില്ല. അവിടെ നാട്ടുകാരെ കൂട്ടി, എല്ലാവരെയും കൂട്ടി, പൊതുജനങ്ങളെ കൂട്ടി ഞാൻ ഷാജഹാനെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. കാരണം ഷാജഹാൻ മഹാവിപത്താണ്, ലോകത്തിന് തന്നെ മഹാവിപത്താണ്. അത്രയ്ക്ക് മയക്കുമരുന്നിന്റെ രാജാവാണ് ഷാജഹാൻ.